വെർസാച്ചെ ഇറോസ് എനർജി ലോഞ്ച് ചെയ്ത സമയം മുതൽ എനിക്ക് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു ബോട്ടിൽ ഡിസൈൻ, ജ്യൂസിൻ്റെ കളറൊക്കെ കാരണം ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഞാൻ കണ്ടു. എനിക്ക് തോന്നിയിരുന്നു. അത് കുറേയേറെ വീഡിയോസും കണ്ടു. അപ്പോൾ ഏകദേശം ഒരു ധാരണ മനസ്സിലായി. എന്താണ് DN എന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ഉള്ള വെർസാച്ചെ ഇറോസിൻ്റെ മണവുമായി ബന്ധമില്ല എന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. എങ്കിലും ട്രൈ ചെയ്യാനുള്ള അവസരം ഇപ്പോഴാണ് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ വിശേഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വെർസാച്ചെ ഇറോസിൻ്റേതായിട്ട് ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ വെർസാച്ചെ ഇറോസ് ഇരിപ്പുണ്ട്. വെർസാച്ചെ ഇറോസ് ഓഡറ്റോറിയറ്റ്, അതിനുശേഷം ഇറങ്ങിയ ഫ്ലാങ്കർ, വെർസാച്ചെ ഇറോസ് ഫ്ലെയിം, ഇപ്പോൾ ഇറോസ് എനർജി വന്നു. വേറെ ഒരെണ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട്, പേര് വിട്ടുപോയി, മറന്നുപോയി. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് EDP കോൺസെൻട്രേഷൻ ആണ്. എനർജി എന്ന പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. വെർസാച്ചെ ഇറോസ് തന്നെയാണ്. താഴെ ബാച്ച് കോഡ് കാണാം, MH2406. പിറകിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും, മുകളിൽ വെർസാച്ചെ എന്നുള്ള പേര്. സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ QR കോഡ് കാണാം. ഇവിടെ വെർസാച്ചെ എന്ന് കൊടുത്തിട്ടുണ്ട്. ബോട്ടിലുണ്ടല്ലേ, ബോട്ടിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് പേഴ്സണലി ഈ 3 ബോട്ടിലിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഈ ഒരു കളർ. കൊള്ളാം. ഒരു പേര് സൂചിപ്പിക്കുന്ന ഒരു എനർജി തരുന്ന ഒരു സിട്രസി ആ ഒരു മണം. നാരങ്ങ മിഠായി, പഴയകാല നാരങ്ങ മിഠായിയുടെയൊക്കെ ഒരു കളർ. അത് നാവിലിട്ട് നുണഞ്ഞതിന് ശേഷം വരുന്നൊരു കളറുണ്ടല്ലോ, ആ ഒരു നാരങ്ങ മിഠായിയുടെ കളറാണ് ജ്യൂസിൻ്റെ ബോട്ടിലിൻ്റെ കളർ. ജ്യൂസിനും അതാണെന്ന് എനിക്കറിയില്ല. ഇപ്പം നല്ല ഒരു എന്താ പറയുക, ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽ, നമുക്ക് കളക്ഷനിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിൽ. പെർഫ്യൂം വെക്കുന്ന ആ ഒരു റാക്കിൽ ഇത് വെച്ചൊരു ഐശ്വര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ, കളർ കൊള്ളാം. ഇവിടെ മെഡൂസ എന്നുള്ള ഒരു ലേഡിയുടെ ലോഗോ, മുകളിലും ഉണ്ട് മെഡൂസ. ക്യാപ്പിനുള്ളിലും മെഡൂസയുടെ ലോഗോ ഉണ്ട്. EDP കോൺസെൻട്രേഷനാണ് വരുന്നത്. മെയ്ഡ് ഇൻ ഇറ്റലി. വെർസാച്ചെ ഒരു ഇറ്റാലിയൻ ഹൗസാണ്. അപ്പോൾ എനർജി എങ്ങനെയുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ മണം. ഇനി ഇത് പ്രൊമോട്ട് ചെയ്തത് ഒരു സിട്രസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം എന്ന ലേബലിലാണ് ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മണം, പെർഫോമൻസ്, ലോങ്ജിവിറ്റി, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എങ്ങനെയാണ്, കോംപ്ലിമെൻറ്റ് കിട്ടുമോ, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണോ, വാങ്ങുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ടോപ്പ് നോട്ടിൽ പറയുന്നത് ലെമൺ, ബ്ലഡ് ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, ലൈം, സിസിലിയൻ ബെർഗാമോ, മാൻഡറിൻ ഓറഞ്ച്. അപ്പോൾ ടോപ്പ് നോട്ടിൽ തന്നെ ഒരുവിധം എല്ലാവിധ നാരക വൃക്ഷങ്ങളുടെ ഫലങ്ങളുടെ നോട്ടുകൾ ചേർത്തിട്ടുണ്ട്. എല്ലാവിധ ഓറഞ്ച് സിട്രസി ബേസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ നോട്ട് ടോപ്പ് നോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ പിങ്ക് പെപ്പർ, ലൈറ്റ് ആംബർ, ബ്ലാക്ക് കറണ്ട്. ബേസ് നോട്ടിൽ വരുമ്പോൾ ഓക്മോസ്, മസ്ക്, പച്ചോളി. ഈ നോട്ട് വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ബ്ലാക്ക് കറണ്ടൊക്കെ നോട്ട് വരുമ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ DNA ക്രീഡ് അവൻഡസുമായിട്ട് സാമ്യമുള്ളതുപോലെ തോന്നും. കാരണം ഈ ഒരു നോട്ടൊക്കെ ക്രീഡ് അവൻഡസിനും ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ട്രൈ ചെയ്തതിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നാരങ്ങയുടെ ഒരു ഓപ്പണിംഗ് ആണ് ഇതിൽ കിട്ടുന്നത്. നാരങ്ങയും ബെർഗാമോ അല്ലെങ്കിൽ മുസംബി, അതിന് ആ മുസംബിയുടെ മണം, നാരങ്ങയും മുസംബിയും ചേർന്നിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ജ്യൂസി സ്വീറ്റ് റിഫ്രഷിംഗ് ആയിട്ടുള്ള പതഞ്ഞു വരുന്ന ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെയൊക്കെ ഒരു മണം ഓപ്പണിങ്ങിൽ തന്നെ. അതിനൊപ്പം പൈനാപ്പിൾ, പക്ഷെ പൈനാപ്പിൾ നോട്ട് കൊടുത്തിട്ടില്ല, എങ്കിലും പൈനാപ്പിളിൻ്റെ മണമുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ ബ്ലാക്ക് കറണ്ടിൻ്റെ മണമായിരിക്കാം. ആ ഒരു ഓറഞ്ചും ലെമണും ഗ്രേപ്പ് ഫ്രൂട്ടും ലൈമും ഒക്കെ ചേർന്ന് വരുമ്പോൾ ആ ഒരു ഫ്രൂട്ടി പൈനാപ്പിൾ, വളരെ സെസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ജ്യൂസ് നിറഞ്ഞ പൈനാപ്പിൾ, ഓറഞ്ചൊക്കെ ചേർത്ത് വെച്ച് ഷെയ്ക്ക് ചെയ്ത ഒരു ജ്യൂസിൻ്റെ മണം, അത് തന്നെയാണ് കറക്റ്റ് ആ മണമാണ്. പൈനാപ്പിൾ ഒപ്പം ഓറഞ്ചും മുസംബിയും നാരങ്ങയും ഒക്കെ ചേർത്ത് മിക്സിയിൽ അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ജ്യൂസി സ്വീറ്റ് അല്ലൂറിങ് സെഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്പണിങ്. ഏകദേശം ക്രീഡ് അവൻഡസുമായിട്ട് സാമ്യമുണ്ട്. കുറേയേറെ സാമ്യമുള്ളത് മോൺബ്ലോങ് എക്സ്പ്ലോററുമായിട്ടാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമുള്ളൊന്നാണ് മോൺബ്ലോങ് എക്സ്പ്ലോറർ. വളരെ അണ്ടർറേറ്റഡ് ആണ്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉള്ളൊരു പെർഫ്യൂമാണ് മോൺബ്ലോങ് എക്സ്പ്ലോറർ. ആ ഒരു മണമായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. ഇപ്പോൾ ഞാനിത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മിഡിൽ നോട്ടിനെ കുറിച്ചൊക്കെ പറയാം. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഒരു
മസ്കിൻ്റെ ഒക്കെ മണം, മസ്ക് അല്ലെങ്കിൽ ഒരു ഹെർബൽ ഹെർബൽ മസ്കി ഹെർബൽ ഓക്മോസ് പുല്ലിൻ്റെയൊക്കെ പുല്ലെന്ന് പറയുമ്പോൾ ഉണങ്ങിയ ഒരു ഉണക്ക പുല്ലിൻ്റെയൊക്കെ ഒരു മണവും, പിന്നെ കുറച്ച് ഹെർബൽ നോട്ട്, പച്ചൂടി ആയിരിക്കാം, ഹെർബൽ നോട്ടൊക്കെ ചേർന്നിട്ട്, പിന്നെ ഡ്രൈഡോണിൽ രാമച്ചത്തിൻ്റെ ഒരുപാട് കടുകട്ടിയായിട്ടുള്ള മണമല്ല, വളരെ ലൈറ്റായിട്ടുള്ള ഒരു രാമച്ചത്തിൻ്റെ മണവും ഈ പെപ്പറിൻ്റെ മണവും മസ്കിൻ്റെ മണവും ചേർന്ന് കിട്ടുന്ന ഒരു മണം. കൂടുതലും കിട്ടുന്നത് മസ്കിൻ്റെ രാമച്ചത്തിൻ്റെ മണമായിരിക്കും ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മണത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ടുള്ള വെർസാച്ച് ഇറോസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ രാവും പകലും വ്യത്യാസമുണ്ട്. രണ്ട് ടൈപ്പ് മണമാണ്. വെർസാച്ച് ഇറോസിനും ഫ്ലെയിമും തമ്മിൽ ബന്ധമുണ്ട്. ഇതിനകത്ത് ഒരു ഗ്രീൻ ആപ്പിളാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണിങ്ങിൽ വരുന്നത് ഗ്രീൻ ആപ്പിളിൻ്റെ മണവും, വാനില ടോങ്ക ബീൻ ആണെങ്കിൽ വെർസാച്ച് ഇറോസ് ഫ്ലെയിമിൽ ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇതിലവർ ഉപയോഗിച്ചിരിക്കുന്നത് ഓറഞ്ചിൻ്റെ അല്ലെങ്കിൽ സിട്രസി ഓപ്പണിംഗ് വിത്ത് ടിപ്പിക്കൽ ഇറോസ് DNA. ഗ്രീൻ ആപ്പിളിൻ്റെ മണത്തിന് പകരം ഇവിടെ വരുന്നത് ഓറഞ്ചിൻ്റെ മണം. ശേഷം സാധാരണ വെർസാച്ച് ഇറോസിൻ്റെ ആ ഒരു മിൻറ്റിൻ്റെയും ലാവണ്ടറിൻ്റെയും വാനിലയുടെയും ടോങ്ക ബീൻ്റെ മണമായിട്ട് വെർസാച്ച് ഇറോസ് ഫ്ലെയിം മാറും. ഇവിടെ ആപ്പിൾ, ഓറഞ്ച്, ഈ രണ്ട് വ്യത്യാസം മാത്രമേ ഓപ്പണിങ്ങിൽ വരുന്നുള്ളൂ. പക്ഷേ ഇറോസ് എനർജി അത് തികച്ചും വ്യത്യസ്തമായ മണമാണ്. വെർസാച്ച് ഇറോസുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. കൂടുതലും മോൺബ്ലോങ് എക്സ്പ്ലോററുമായിട്ടാണ് ബന്ധം. എക്സ്പ്ലോററിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഹെർബൽ സ്മെല്ലുണ്ട്. ഓപ്പണിങ്ങിൽ ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ മണമുണ്ട്. ഓറഞ്ച്, സിട്രസി, ലൈം, അങ്ങനെ എല്ലാവിധ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു മണവും ചേർന്നിട്ടുള്ളതാണ്. ഈ ബോട്ടിലിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മണം എന്ത് മണമാണ് മനസ്സിൽ വരുന്നത്, അത് തന്നെയാണ് ഇതിൻ്റെ മണവും. ഇത്രയാണ് ഈ പെർഫ്യൂമിൻ്റെ മണത്തിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് എത്ര നേരം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ലാസ്റ്റ് ചെയ്യും, ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് ഉപയോഗിക്കേണ്ടത് ഓഫീസിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം, പക്ഷെ നന്നായിട്ട് അടിക്കണം. ഇതിൻ്റെ ഒരു മണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ക്രീഡ് അവൻറ്റസിൻ്റെ DNA അല്ലെങ്കിൽ മോൺബ്ലോങ് എക്സ്പ്ലോററിൻ്റെ DNA അല്ലെങ്കിൽ അർമാഫ് ക്ലബ് ന്യൂ ഇന്ത്യൻസിൻ്റെയൊക്കെ DNA എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു DNA ആണ്. പക്ഷേ ഇത് വളരെ നാച്ചുറലായിട്ടാണ് ഇവർ ചേർത്തിരിക്കുന്നത്. ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ നോട്ടായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. വളരെ നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാരങ്ങയുടെയൊക്കെ മണം വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ മണങ്ങളൊന്നുമില്ല, നല്ല മണം, നല്ല ഓപ്പണിങ്. ഓഫീസിൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോർ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരുമ്പോഴൊക്കെ ഒന്ന് അടിച്ചിട്ടിറങ്ങാം. വളരെ ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ്. ഇനി ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പെർഫ്യൂം ലോങ്ജിവിറ്റി ഉണ്ട് കേട്ടോ. ഒരു 4-5 മണിക്കൂറോളം നിൽക്കുന്നുണ്ട്. 5 മണിക്കൂറോളം ഷർട്ടിൽ മണം നിൽക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ പ്രൊജക്ഷനും സിയാഷൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, മണം മറ്റുള്ളവർക്ക് എത്തുന്നുണ്ട് ആദ്യത്തെ 1.5 മണിക്കൂർ. പിന്നെ കഴിയുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് മാറും, നമ്മുടെ അടുക്കിലേക്ക് അത് ചുരുങ്ങും. അപ്പോൾ 1.5 മണിക്കൂർ പ്രൊജക്ഷനും ഒരു 5 മണിക്കൂർ 4 മുതൽ 5 മണിക്കൂർ ലോങ്ജിവിറ്റിയും കിട്ടുന്നുണ്ട്. ഒരു ഇറ്റാലിയൻ പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നല്ലതാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം? എനിക്കത് യൂണിസെക്സ് ആയിട്ട് ആർക്കൊന്നും യൂസ് ചെയ്യാം. ഇത് ഗേൾസിന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫ്രഷ് മണം ഇഷ്ടമുള്ള ഗേൾസിനൊക്കെ തലവയ്ക്കാം. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. പിന്നെ ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാം. ഈ ഒരു DNA നമുക്ക് ഏത് കാലാവസ്ഥ, ഏത് ഒക്കേഷനിൽ ഉപയോഗിക്കാം. കുറച്ചും കൂടി നല്ലത് ഓഫീസിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പുറത്ത് അല്ലാതെ കല്യാണത്തിന് അടിച്ചിട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ പാർട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ക്രീഡ് അവൻറ്റസിൻ്റെ DNA അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ഏത് ഒക്കേഷനിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇനി വർത്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അതെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ 13,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 14,000 രൂപ കൊടുത്ത് ഒരു കാരണവശാലും വാങ്ങരുത്. പൈസ പോകും. കാരണം നിങ്ങൾ അത്രയും രൂപ കൊടുത്ത് മുടക്കേണ്ട സാധനമില്ല. കാരണം യുണീക്കല്ല. ഒന്നാമത്തെ കാര്യം വളരെ യുണീക്കായിട്ടുള്ള പെർഫ്യൂമല്ല. എല്ലാവർക്കും അറിയാവുന്നൊരു DNA ആണ്, വളരെ കോമൺ ആയിട്ടുള്ള DNA. നിങ്ങൾ തന്നെ ഈ മണം പലതവണയായിട്ട് സ്മെൽ ചെയ്തിട്ടുണ്ടാകും ആക്സിഡൻ്റലി. അപ്പോൾ ഈ മണം പലർക്കും അറിയാം. പിന്നെ ഓവർ പ്രൈസ്ഡാണ്. 13,000 അല്ലെങ്കിൽ 15,000 രൂപ കൊടുത്ത് ഒരു കാരണവശാലും നിങ്ങളത് വാങ്ങരുത്. ഡീക്കൻറ്റിൻ്റെ മണം നിങ്ങൾക്ക് മണം അറിഞ്ഞിരിക്കാൻ മോൺബ്ലോങ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ ക്രീഡ് അവൻറ്റസിൻ്റെ മണം അല്ലെങ്കിൽ അർമാഫ് ക്ലബ് ന്യൂ ഇന്ത്യൻസിൻ്റെ മണം അത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഡീക്കൻറ്റ് വാങ്ങിയും പൈസ കളയേണ്ട. ഇതാണ് അതിൻ്റെ മണം. ഒരു 8,000 രൂപയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വർത്താണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ പെർഫ്യൂമിന്. ലോങ്ജിവിറ്റി കാര്യങ്ങൾ കുഴപ്പമില്ലെങ്കിൽ പോലും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് മാൻസറ സെദ്രാത് ബോസ് ട്രൈ ചെയ്യാം. സെദ്രാത് ബോസ് ഇന്ത്യൻസ് ട്രൈ ചെയ്യാം. അത് നീഷ് പെർഫ്യൂമാണ്, ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന. അത് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 7,000-8,000 റേഞ്ചിൽ നിൽക്കുന്ന ഒരു നീഷ് കാറ്റഗറിപ്പെട്ട പെർഫ്യൂമാണ് മാൻസറ സെദ്രാത് ബോസ് ഇന്ത്യൻസ്. അത് ക്രീഡ് അവൻറ്റസിൻ്റെ DNA സാമ്യമുള്ള DNA ആണ്.
അപ്പോൾ നിങ്ങൾ അതൊക്കെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇത്രയും രൂപ കൊടുത്ത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്രയും രൂപ മുടക്കണ്ട, ഇൻവെസ്റ്റ് ചെയ്യേണ്ട. പകരം വേറെ ഏതെങ്കിലും പെർഫ്യൂം വാങ്ങുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് എക്സ്പ്ലോറർ വാങ്ങിയാലും മതി, മോൺബ്ലാങ്ക് എക്സ്പ്ലോറർ വാങ്ങിയാൽ മതി, നല്ല പെർഫ്യൂമാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക് യു സോ മച്ച്.